രാജ്യത്തിന് അഭിമാന നിമിഷം, ലക്ഷ്യത്തിലെത്തി ആദിത്യ. ഇന്ത്യയുടെ സൗരദൗത്യം ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തെത്തി. 4 മാസം നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ലഗ്രാഞ്ച് പോയിന്റ് 1-ൽ എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എക്സിലൂടെ ആദിത്യയുടെ വിജയം പങ്കുവച്ചത്. സൗരദൗത്യം സങ്കീർണമായിരുന്നുവെന്ന് ISRO ചെയർമാൻ ഡോക്ടർ S. സോമനാഥ് പറഞ്ഞു. 4, 3, 2, 1, 0. Lift off normal. P1 tracking. PC tracking. സൂര്യനെക്കുറിച്ച് അറിയാനുള്ള ശാസ്ത്രലോകത്തിന്റെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. ലക്ഷ്യസ്ഥാനമായ ലഗ്രാഞ്ച് പോയിന്റ് 1-ലെ ഹാലോ ഓർബിറ്റിൽ ആദിത്യ എത്തി. സൂര്യനെക്കുറിച്ചും ലഗ്രാഞ്ച് പോയിന്റിനെക്കുറിച്ചുള്ള കൗതുകങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ ആദിത്യ കണ്ടെത്തും. പേടകത്തിലുള്ള 7-ൽ 4 പേലോഡുകളും സൂര്യനെക്കുറിച്ച് നേരിട്ട് പഠിക്കും. ബാക്കിയുള്ള 3 ലഗ്രാഞ്ച് പോയിന്റിനെക്കുറിച്ചാണ് പഠനം നടത്തുക. ആദിത്യ L1 ദൗത്യം ഏറെ സങ്കീർണമായിരുന്നുവെന്നും എന്നാൽ അതിനെ വെല്ലുവിളിയെന്ന് പറയുന്നില്ലെന്നും ISRO ചെയർമാൻ ഡോക്ടർ S. സോമനാഥ് പ്രതികരിച്ചു. Ultimately, what we achieved today is exact placement based on our measurement and very correct prediction of the velocity requirement. The computer decided to cut off at the accelerometer-based cutoff has happened. So right now, it is in our calculation, it is in the right place. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് 2023 സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. പിന്നീട് 4 തവണകളിൽ ഭ്രമണപഥമുയർത്തി 5ാം ഘട്ടത്തിൽ ഭൂമിയുടെ പാതവിട്ട് ലഗ്രാഞ്ച് പോയിന്റിലേക്കുള്ള യാത്ര ആരംഭിച്ചു. സൂര്യന്റെ പാളികളെക്കുറിച്ചും പുറത്തെ പാളിയായ കൊറോണയെക്കുറിച്ചുമാണ് ആദിത്യ പഠിക്കുക. സൂര്യന്റെയും ഭൂമിയുടെയും ഗുരുത്വാകർഷണ ബലം സമമാകുന്ന ലഗ്രാഞ്ച് 1 പോയിന്റിൽ നിന്ന് തടസ്സങ്ങളില്ലാതെ ആദിത്യയ്ക്ക് സൂര്യനെ പഠിക്കാനാകും. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ലഗ്രാഞ്ച് പോയിന്റ് 1 ഉള്ളത്. 24 ചെന്നൈ. വണ്ടിപ്പെരിയാർ കേസിൽ വീണ്ടും ക്രൂരത. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയും കുത്തിപ്പരിക്കേൽപ്പിച്ച പാൽരാജ് പിടിയിൽ. കേസിൽ കോടതി വെറുതെ വിട്ട അർജുന്റെ പിതൃ സഹോദരനാണ് പാൽരാജ്. പെൺകുട്ടിയുടെ കുടുംബത്തിന് സുരക്ഷ ഉറപ്പാക്കുമെന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിന് പിന്നാലെയാണ് തീരുമാനം. ഇന്ന് രാവിലെ വണ്ടിപ്പെരിയാർ പശുമല ജംഗ്ഷനിൽ വെച്ചാണ് പാൽരാജ് പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയും കുത്തിപ്പരിക്കേൽപ്പിച്ചത്. കൈക്കും കാലിനും കുത്തേറ്റ ഇരുവരെയും നാട്ടുകാരാണ് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. അർജുനന്റെ ചിറ്റപ്പൻ ബാബു എന്ന് പറഞ്ഞ പാൽരാജ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളെ കണ്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു. ഞാൻ വണ്ടി നിർത്തിയിട്ട് എന്നാടാന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേന് ഈ പാക്കറ്റിൽ നിന്ന് കത്തി പോലത്തെ സാധനം എടുത്തിട്ട് കുത്തു കാണിച്ചു. സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ പീരുമേട് നിന്ന് പോലീസ് പിടികൂടി. ഇയാൾ CPIMന്റെ പാർട്ടി ഓഫീസിൽ കയറിയിരുന്നതായും പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചു. കുത്തേറ്റ് കഴിഞ്ഞ നേരെ ആള് ഓടിപ്പോയി നേരെ CPIMന്റെ ഓഫീസിലാണ് അപേക്ഷ കേസിന്റെ എഴുതാൻ പോയേക്കുന്നത്. കുട്ടിയാണ്. പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. കുടുംബത്തിന് സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം ഫലം കണ്ടു. SP ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാമെന്നും സമ്പൂർണമായ സുരക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ ഉറപ്പ് MP എന്നുള്ള നിലയിൽ എന്നെ വിളിച്ച് നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. പരിക്കേറ്റ് ചികിത്സയിലുള്ള പിതാവിന്റെയും മുത്തച്ഛന്റെയും ആരോഗ്യനില തൃപ്തികരമാണ്. നാളെ വൈകിട്ട് മകളെ മാപ്പെന്ന പേരിൽ വണ്ടിപ്പെരിയാറിൽ കോൺഗ്രസ് സ്ത്രീജാല സംഘടിപ്പിച്ചിട്ടുണ്ട്. വിഷ്ണു സുരേഷ്, 24 ഇടുക്കി. പത്തനംതിട്ട മൈലപ്രയിൽ വ്യാപാരിയെ കൊലപ്പെടുത്തിയ കേസിൽ 4 പേർ അറസ്റ്റിൽ. തമിഴ്നാട് സ്വദേശികളായ മുരുകൻ സുബ്രഹ്മണ്യം, പത്തനംതിട്ട സ്വദേശി ഹാരിസ്, ബന്ധു നിയാസ് എന്നിവരാണ് അറസ്റ്റിലായത്. കൊല്ലപ്പെട്ട ജോർജ് ഉണ്ണുണ്ണിയുടെ സ്വർണ്ണമാല വിറ്റതിനാണ് നിയാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സാമ്പത്തികം ലക്ഷ്യം വെച്ചുള്ള കൊലപാതകം നടന്ന 8 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ പിടിയിലായത്. ഒടുവിൽ പിടിയിലായ മുരുകൻ, ബാലസുബ്രഹ്മണ്യൻ എന്നിവർ കൊടും ക്രിമിനലുകളാണെന്ന് പോലീസ് പറയുന്നു. കുലശേഖരപതി സ്വദേശി ഹാരിബാണ് മറ്റൊരു പ്രതി. മൂവരും ചേർന്നുള്ള ഗൂഢാലോചനയാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. കൊല്ലപ്പെട്ട ജോർജ് ഉണ്ണുണ്ണി ധരിച്ചിരുന്ന ആഭരണങ്ങൾ കണ്ടെടുത്തു. നഷ്ടപ്പെട്ട പണം എത്രയെന്നത് സംബന്ധിച്ച് കൃത്യമായ കണക്കില്ല. പ്രതികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷയും കണ്ടെത്തി. മറ്റൊരു കേസിൽ പിടിയിലായി ജയിലിൽ കഴിയവെയാണ് ഹാരിബ് സുബ്രഹ്മണ്യനെയും മുരുകനെയും പരിചയപ്പെട്ടതെന്ന് പോലീസ് അറിയിച്ചു. ജോർജ് ഉണ്ണുണ്ണി എന്ന 70-കാരനെ കൊലപ്പെടുത്തിയ ശേഷം കടയിലെ CCTV ക്യാമറയുടെ ഹാർഡ് ഡിസ്കും കൊണ്ട് സംഘം രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ മാസം 30-ന് ഉച്ചതിരിഞ്ഞായിരുന്നു കൊലപാതകം. CCTV ദൃശ്യങ്ങൾ ഇല്ലാതായതോടെ പോലീസ് സ്വകാര്യ ബസ്സിലെ ക്യാമറകൾ തേടുകയായിരുന്നു. 24 പത്തനംതിട്ട.
കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരിന്റെ കുതിപ്പ് തുടരുകയാണ്. 656 പോയിന്റോടെയാണ് കണ്ണൂരിന്റെ മുന്നേറ്റം. തൊട്ടുപിന്നിൽ കോഴിക്കോടും പാലക്കാടുമാണുള്ളത്. ഇരു ജില്ലകൾക്കും 643 പോയിന്റാണുള്ളത്. മൂന്നാം സ്ഥാനത്തുള്ള തൃശൂരിന് 626 പോയിന്റുണ്ട്. ആതിഥേയരായ കൊല്ലം 620 പോയിന്റോടെ 4-ാം സ്ഥാനത്താണ്. 5-ാം സ്ഥാനത്ത് 615 പോയിന്റോടെ മലപ്പുറമാണ് ഉള്ളത്. കാണികളാൽ നിറഞ്ഞ ഒപ്പനവേദിയിൽ ആകെ പ്രശ്നങ്ങൾ മാത്രം. കാർപ്പറ്റ് ഇടാത്തത് മൂലം മത്സരാർത്ഥികളിൽ പലരും വേദിയിൽ തെന്നി വീണു. മൈക്കിൽ നിന്നും ഷോക്കേറ്റത് മൂലം മത്സരം പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നവരും ഉണ്ട്. വേദി 4 ജനപ്രിയ ഇനമായ ഒപ്പന വേദിയിലാണുള്ളത്. ടൗൺ ഹാളിലാണ്. ഏതായാലും നമുക്ക് ഒപ്പന ഒന്ന് കയറി കാണാം. ഒരു രക്ഷയില്ലപ്പ, 1 ഇഞ്ച് സ്ഥലമില്ല കേട്ടോ. അതെ അതെ, കാണാൻ പറ്റുന്നുണ്ടോ? അതെ, നമുക്ക് ക്യാമറയും കൊണ്ട് കയറാനും പറ്റുന്നില്ല, കാണാനും പറ്റുന്നില്ല, ഷൂട്ട് ചെയ്യാനും പറ്റുന്നില്ല. നമുക്ക് വേറൊരു വഴിയുണ്ട്, അങ്ങോട്ട് പോവാം. ഇവിടെ ഒന്ന് നോക്കാവേ, ഇതിൽ കൂടെ കയറാൻ പറ്റും. ഇല്ലപ്പാ, ഭയങ്കര തിരക്ക് തന്നെ. വേറൊരു വഴിയുണ്ട്. ഒപ്പന കാണാൻ എത്തിയവർക്ക് നിന്ന് കാല് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പ്രശ്നത്തോട് പ്രശ്നം. മൈക്കിൽ നിന്ന് ആദ്യം ഷോക്ക് അടിച്ചു. അസ്ന എന്ന് പറഞ്ഞ കുട്ടിക്ക് മൈക്കിൽ നിന്ന് ഷോക്ക് അടിച്ചു. പെട്ടെന്ന് അവൾക്ക് കാലുമെന്നങ്ങാണ്ട് ഷോക്ക് കയറി. ആ കുട്ടി കുഴഞ്ഞു വീണോ? ആ കുട്ടി പെട്ടെന്ന് അവൾക്ക് ഷോക്ക് അടിച്ചിട്ട് ആകെ വയ്യാണ്ടായി നീങ്ങി നിന്നോള് റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു. വേദിയിൽ മത്സരത്തിനിടെ ഷോക്ക് അടിച്ചതുകൊണ്ട് മത്സരം പാതിക്ക് നിർത്തേണ്ടി വന്ന ഇവർക്ക് ഏറ്റവും ഒടുവിലത്തെ ക്ലസ്റ്ററിൽ വീണ്ടും അവസരം കിട്ടും എന്ന ഉറപ്പിൽ അങ്ങനെ അവർ കാത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അതാ അടുത്ത പ്രശ്നം. ഇതൊക്കെ അറിഞ്ഞ് ഇനി മത്സരിക്കാൻ ആശങ്കയോടെ ഇരിക്കുകയാണ് മറ്റു ചില കുട്ടികൾ. പേടിയുണ്ട്, നല്ല ടെൻഷനും ഉണ്ട്. നമ്മൾ ഇത്ര പൈസ ചെലവാക്കി ഇവിടെ വരെ വന്നിട്ട് അവർക്കൊരു ജസ്റ്റ് ഒരു റെഡ് കാർപ്പറ്റെങ്കിലും അവിടെ ഒന്ന് ചെയ്യാം. സംസ്ഥാന കലോത്സവം അവർക്ക് എന്താ ബോധം ഉണ്ടാവില്ലേ? ഒപ്പന കാണാൻ പറ്റാതെ മടങ്ങിയവർക്കും ചിലത് പറയാനുണ്ട്. സാധാരണ ഒപ്പനന്റെ വേദികൾ എന്ന് പറഞ്ഞാൽ ഓപ്പൺ വേദികളാണ് ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ആളുകൾ ദൂരത്ത് നിന്ന് വന്ന ആളുകൾ പോലും ഇവിടെ വന്നിട്ട് അകത്തേക്ക് കയറാൻ പറ്റാതെ മടങ്ങിപ്പോവാണ്, തിരിച്ചു പോവാണ്. ജനപ്രിയ ഇനമായ ഒപ്പന തുറന്ന വേദിയിൽ വേണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. അർഷകിനൊപ്പം ഗോപിക സുരേഷ്, 24. മൂന്നാം ദിനം കലോത്സവത്തിൽ കയ്യടി നേടി മൂകാഭിനയ മത്സരങ്ങൾ. പ്രമേയത്തിലും അവതരണത്തിലും ഓരോ ടീമും വേറിട്ട് നിന്നപ്പോൾ 4 ടീമുകളുമായി എത്തിയ പരിശീലകൻ അനീഷ് രവീന്ദ്രനും ശ്രദ്ധ നേടി. വേദിയെ എക്കാലവും ത്രസിപ്പിക്കുന്ന കലാരൂപമാണ് മൂകാഭിനയം. ഇക്കുറിയും അതിൽ മാറ്റമൊന്നുമുണ്ടായില്ല. ചടുലമായ നീക്കങ്ങളും മിന്നിമറയുന്ന ഭാവാഭിനയങ്ങളും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി. മത്സരം കടുപ്പമേറിയതായിരുന്നു. ഓരോ ടീമും ഒന്നിനൊന്നു മെച്ചം. കോട്ടയം ഡീപ്പോൾ വിദ്യാലയത്തിലെ കുട്ടികളുടെ അവതരണം ആസ്വാദക ഹൃദയം കീഴടക്കി. വേദിയിൽ മാത്രമല്ല, കാണികളുടെ മുഖത്തും ഭാവങ്ങൾ മാറിമറയുന്നു. ഒപ്പം മത്സരാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണ. വേദിയിൽ കയ്യടി. ഓരോ സംഘവും സമകാലിക വിഷയങ്ങൾ അരങ്ങിലെത്തിച്ചു. അവ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. ആമസോൺ കാടുകളിൽ കുടുങ്ങിയ കുട്ടികളുടെ വാർത്ത മുതൽ ആലുവയിലെ 5 വയസ്സുകാരിയുടെ കൊലപാതകവും പബ്ജിയും വേദിയിൽ. 4 ടീമുകളുമായാണ് അനീഷ് മാഷ് കൊല്ലത്തെത്തിയത്. നാല് വിഷയങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ലഹരി ഉപയോഗിച്ച് ഈ ഒരു കാലഘട്ടത്തിലെ സമൂഹത്തെ തകർക്കുന്നു. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമം, അതായത് നീ പെൺകുട്ടിയാണ്, നീ ഒച്ച വെക്കരുത് എന്ന് പറയുന്ന ഒരു വിഷയം. അതുപോലെ ദളിത് വിഷയം,
അതായത് കീഴാളൻ. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യക്കകത്ത് മുഴുവനായിട്ടും ദളിതരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരെയുള്ള ഒരു സന്ദേശം. അതുപോലെ തന്നെ ആമസോൺ കാടുകളിൽ 38 ദിവസത്തോളമായിട്ട് കുട്ടികൾ പെട്ടുപോയ വിഷയം. അങ്ങനെ മൗനമായി എല്ലാം പറഞ്ഞു തീർത്ത കുട്ടികൾ വേദി വിട്ടിറങ്ങി. മൂകാഭിനയത്തിന്റെ സൗന്ദര്യം വേണ്ടുവോളം ആസ്വദിച്ച പ്രേക്ഷകരും. 24 കൊല്ലം. കോൺഗ്രസിൽ കൂടിയാലോചനയില്ലെന്ന കെ മുരളീധരന്റെ തുറന്നു പറച്ചിലിൽ പ്രതികരിച്ച് കോൺഗ്രസ് നേതാക്കൾ. പാർട്ടിയിൽ ചർച്ച വേണമെന്ന് കെ മുരളീധരനെ പിന്തുണച്ച് രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രംഗത്തെത്തി. എന്നാൽ പാർട്ടിയിലും UDF-ലും ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നായിരുന്നു VD സതീശന്റെ മറുപടി. ഇതിനിടെ തൃക്കാക്കരയിലെ പ്രവർത്തനങ്ങളിൽ അവഗണനയെന്നാരോപിച്ച് എറണാകുളം DCC നേതൃത്വത്തിനെതിരെ ഉമാ തോമസ് MLA KPCCക്ക് പരാതി നൽകി. 24-ന്റെ ആൻസർ പ്ലീസ് പരിപാടിയിലാണ് കെ മുരളീധരൻ MP പാർട്ടി നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചത്. കോൺഗ്രസിനകത്ത് കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്ന കെ മുരളീധരന്റെ പ്രസ്താവനയെ പിന്തുണയ്ക്കുകയാണ് മുതിർന്ന നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും. പാർട്ടിയിൽ ചർച്ച വേണമെന്ന കാര്യത്തിൽ തർക്കമില്ലെന്ന് രമേശ് ചെന്നിത്തല. അല്ല, പാർട്ടിയിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. കെ മുരളീധരന്റേത് പോസിറ്റീവ് വിമർശനമാണെന്നും ജനാധിപത്യത്തിൽ വിമർശനം ആവശ്യമാണെന്നും തിരുവഞ്ചൂരും പ്രതികരിച്ചു. അതൊരു പോസിറ്റീവ് വിമർശനമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കൂടിയാലോചന വേണം എന്നുള്ളത് ഒരു ജനാധിപത്യ പാർട്ടിയിലെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് സാധാരണ നടക്കുന്നതുമാണ്. ഞാൻ അതിനെ പരിപൂർണമായി സപ്പോർട്ട് ചെയ്യാം. എന്നാൽ മുതിർന്ന നേതാക്കളെ തള്ളുകയാണ് VD സതീശൻ. അല്ലാതെ ഈ KPCC പ്രസിഡന്റ് ഇങ്ങനെ ചികിത്സാർത്ഥം പോയതുകൊണ്ട് KPCC യോഗം നടക്കാതെ ഗൂഗിൾ മീറ്റിംഗ് ആണ് 2 പ്രാവശ്യം നടത്തിയത്. അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞാൽ മീറ്റിംഗ് നടക്കും. കോൺഗ്രസിൽ പ്രശ്നങ്ങളില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുമ്പോഴും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വത്തിന് സാധിക്കാത്ത അവസ്ഥയാണ്. എറണാകുളം DCC നേതൃത്വത്തിനെതിരെ കഴിഞ്ഞ ദിവസമാണ് ഉമാ തോമസ് MLA പരാതിയുമായി രംഗത്തെത്തിയത്. മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ അവഗണിക്കുന്നുവെന്നാണ് പരാതി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കെ നേതാക്കൾ പരസ്പരം പഴിചാരുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുമോ എന്ന് കണ്ടറിയാം. 24 തിരുവനന്തപുരം. സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുമ്പോഴും നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് ഗവർണർ. ഭരണഘടനാ ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. അതിനിടെ ഗവർണറെ അധിക്ഷേപിച്ച് CPIM നേതാവ് MM മണി രംഗത്ത് വന്നു. തൊടുപുഴയിൽ വ്യാപാരി വ്യവസായികളുടെ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കാനിരിക്കെ ചൊവ്വാഴ്ച ഇടുക്കിയിൽ LDF ഹർത്താൽ പ്രഖ്യാപിച്ചു. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരുമുറുകുമ്പോഴും ജനുവരിയിൽ നടക്കുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. Constitutional duty is there. Why this question should be asked? There is no doubt about that. I will do it. ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണറുടെ നിലപാടിൽ അധിക്ഷേപ പരാമർശവുമായി MM മണി MLA. ഭൂവികസന നിയമം എന്ന് നിയമം ഭേദഗതി ചെയ്തതാ, നിയമസഭ പാസാക്കിയത. അത് ഗവർണർ ഒപ്പിടണം. ഒപ്പിടാത്ത ഗവർണർ ഇടുക്കിയിൽ പ്രവേശിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ മുഖത്ത് കരിവാരി തേക്കുന്ന 4-ാം തരത്തിലെ 5-ാം തരം പണി ഒരുമാതിരി പിറപ്പ് പണിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ചൊവ്വാഴ്ച തൊടുപുഴയിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് പിന്മാറണമെന്ന് വ്യാപാരി വ്യവസായികളോട് ആവശ്യപ്പെട്ടെങ്കിലും വ്യാപാരികൾ ആവശ്യം നിരാകരിച്ചു. ഇതിനു പിന്നാലെ ഇടുക്കിയിൽ LDF ഹർത്താൽ പ്രഖ്യാപിച്ചു. അതിനിടെ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ ഗവർണർക്ക് നേരെ കരിങ്കൊടി കാണിക്കാനെത്തിയ SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ബില്ലുകളിൽ ഒപ്പിടാതെ ഭരണപ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഗവർണറോട് വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടാണ് സർക്കാരിനും ഇടതുമുന്നണിക്കും. 24 തിരുവനന്തപുരം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അധിക വിഭവ സമാഹരണത്തിന് മാർഗം തേടി സംസ്ഥാന സർക്കാർ. ഇതിനുള്ള മേഖലകൾ കണ്ടെത്താൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. അടുത്ത ബജറ്റിന് മുന്നോടിയായി വിഭവ സമാഹരണത്തിനുള്ള മേഖലകൾ കണ്ടെത്തുകയാണ് ലക്ഷ്യം. അവസാന പാദത്തിലും കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം 5600 കോടി വെട്ടിക്കുറച്ചതോടെ പ്രതിസന്ധി രൂക്ഷമായി. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുകയും കേന്ദ്രവിഹിതം വൻതോതിൽ കുറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് സർക്കാർ നീക്കം. GST നടപ്പാക്കിയ ശേഷം അധിക വിഭവ സമാഹരണത്തിനുള്ള മാർഗം പരിമിതമാണെന്ന് ഇതിനായി പുറത്തിറക്കിയ ഉത്തരവിൽ സർക്കാർ വ്യക്തമാക്കുന്നു. സാമൂഹിക മേഖലകളിൽ ചിലവ് കൂടുതലാണ്. അടുത്ത ബജറ്റിലേക്കുള്ള തുക കണ്ടെത്താൻ അധിക വിഭവ സമാഹരണമല്ലാതെ മറ്റു മാർഗമില്ല. ഈ സാഹചര്യത്തിലാണ് വിഭവ സമാഹരണത്തിനായി ധനമന്ത്രി KN ബാലഗോപാലിന്റെ അധ്യക്ഷതയിൽ
14 അംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചത്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ മുൻ പ്രൊഫസർ ഡോക്ടർ CP ചന്ദ്രശേഖർ, ഡോക്ടർ ഇന്ദിര രാജാരാമൻ, ഡോക്ടർ പിനാക്കി ചക്രബർത്തി, ഡോക്ടർ അമിഷ ഗോയൽ തുടങ്ങിയ ദേശീയ തലത്തിലെ സാമ്പത്തിക വിദഗ്ധരും ഇതിൽ അംഗങ്ങളാണ്. ഇതിനിടെ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിലും കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചു. കേരളം ആവശ്യപ്പെട്ട 7437.61 കോടിയിൽ 1838 കോടി മാത്രമാണ് അനുവദിച്ചത്. ഇതോടെ സംസ്ഥാനത്തിന്റെ അവസാന പാദ പ്രവർത്തനങ്ങളും വർഷാന്ത്യ ചെലവുകളും അവതാളത്തിലാകും. 24 തിരുവനന്തപുരം. നോക്കാമിനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോതമംഗലത്ത് ഇഞ്ചൂരിൽ നിന്ന് കാണാതായ 13 വയസ്സുകാരിയെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കണ്ടെത്തി. KSRTC ബസ്സിലാണ് പെൺകുട്ടി ചങ്ങനാശ്ശേരിയിലെത്തിയത്. കണ്ടക്ടർക്ക് സംശയം തോന്നി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് മന്ത്രി KB ഗണേഷ് കുമാറിനെ ക്ഷണിച്ച് സംഘാടകർ. RSS സംസ്ഥാന സഹസമ്പർക്ക പ്രമുഖ ഉൾപ്പെടെയുള്ളവരാണ് മന്ത്രിക്ക് ക്ഷണക്കത്ത് കൈമാറാൻ എത്തിയത്. കോട്ടയം കിടങ്ങൂരിൽ അനധികൃത പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. ചെമ്പിളാവ് സ്വദേശി ജോജി ജോസാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ജാർഖണ്ഡിൽ അനധികൃത ഖനന അഴിമതി കേസിൽ പിടിമുറുക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ മാധ്യമ ഉപദേഷ്ടാവ് അഭിഷേക് പ്രസാദിന് ED സമൻസ് നൽകി. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ മാസം 16 ഹാജരാകാൻ നിർദ്ദേശം. കോഴിക്കോട് മുക്കുപണ്ടം നൽകി പണം തട്ടാൻ ശ്രമിച്ച 3 അസം സ്വദേശികൾ അറസ്റ്റിൽ. അബ്ദുള്ള, അജീജുൽ ഹക്ക്, ഫയാസുദ്ദീൻ എന്നിവരെയാണ് കോഴിക്കോട് കസബ പോലീസ് പിടികൂടിയത്. ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ ഭീകരാക്രമണം. പ്രദേശവാസികളായ 2 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 24 പേർക്ക് പരിക്കേറ്റു. ഭിന്നശേഷി കമ്മീഷണർ SH പഞ്ചാബകേശിന്റെ കാലാവധി നീട്ടി നൽകി സർക്കാർ. പുതിയ കമ്മീഷണർ ചുമതലയേൽക്കുന്നതുവരെയാണ് കാലാവധി നീട്ടി ഉത്തരവിറക്കിയത്. ഇടിക്കെതിരായ അക്രമങ്ങളിൽ ബംഗാൾ കലുഷിതം. പശ്ചിമബംഗാൾ റേഷൻ അഴിമതി കേസിൽ നടപടി ശക്തമാക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്വേഷണ ഏജൻസികൾക്കെതിരായ ആക്രമണത്തിന് പിന്നാലെ ഒളിവിൽ പോയ ഷാജഹാൻ ഷെയ്ഖിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇടപെട്ട് EDയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്ത് ഭരണഘടനാപരമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ഗവർണർ CV ആനന്ദ ബോസ് പ്രതികരിച്ചു. റേഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ബംഗാളിലെ 24 നോർത്ത് പർഗാനയിൽ തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ വസതിയിൽ പരിശോധനയ്ക്കെത്തിയ ED സംഘത്തെയാണ് നാട്ടുകാർ മർദ്ദിച്ചത്. ആക്രമണത്തിന് പിന്നാലെ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിമുറുക്കി. മുൻ ബോൺഗാവ് മുനിസിപ്പാലിറ്റി ചെയർമാൻ ശങ്കർ ആധിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഒളിവിൽ പോയ ഷാജഹാൻ ഷെയ്ഖിനായി ED ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. പരിശോധനയ്ക്കായി EDക്കൊപ്പം കൂടുതൽ കേന്ദ്രസേനയെ നിയോഗിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. സർക്കാർ അവരുടെ ഉത്തരവാദിത്വം നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഭരണഘടനാപരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പശ്ചിമ ബംഗാൾ ഗവർണർ ആനന്ദ ബോസ് പ്രതികരിച്ചു. The ghastly incident reported from Sandesh Kadi in North 24 Parganas district is alarming, is deplorable, to say the least. It is the bounden duty of a civilized government to stop barbarism and vandalism in a democracy. If government fails in its basic duty, then the Constitution of India will definitely take its course. അന്വേഷണ ഏജൻസിക്കെതിരായ ആക്രമണത്തിൽ പശ്ചിമ ബംഗാൾ പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 ഡൽഹി. ബംഗാളിൽ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടതിൽ തൃണമൂൽ കോൺഗ്രസുമായി രാഷ്ട്രീയ ഏറ്റുമുട്ടൽ പ്രഖ്യാപിച്ചു കോൺഗ്രസും BJPയും. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം വേണമെന്ന് കോൺഗ്രസും BJPയും ആവശ്യപ്പെട്ടു. അതേസമയം രാഷ്ട്രപതി ഭരണം വേണമെന്ന ബംഗാൾ PCCയുടെ ആവശ്യത്തെ കോൺഗ്രസ് ദേശീയ നേതൃത്വം തള്ളി. ED ഉദ്യോഗസ്ഥർ തെരുവിൽ ആക്രമിക്കപ്പെട്ടതിനു പിന്നാലെ തൃണമൂൽ കോൺഗ്രസിനെ ഒരുപോലെ കടന്നാക്രമിക്കുകയാണ് BJPയും കോൺഗ്രസും. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് ബംഗാളിൽ മോദിയും ദീദിയും തമ്മിൽ രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് PCC അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൗധരി വിമർശിച്ചു. लेकिन बीजेपी पार्टी वो भी चुप्पी साधे हैं, कुछ करने की उनका भी हिम्मत नहीं है, क्योंकि वो जानते हैं कि यहाँ आम लोगों के सामने भाषण देना आसान होते हैं, लेकिन मोदी जी को समझाना मुश्किल है, क्योंकि दीदी और मोदी जी के बाद भी अंदर की बात क्या होते हैं ना आम लोगों की पता चलते, ना हमें ना आपको पता चलते. രാഷ്ട്രപതി ഭരണം കോൺഗ്രസിന്റെ ദേശീയ നയമല്ലെന്ന് അധീർ രഞ്ജൻ ചൗധരി തള്ളി KC വേണുഗോപാൽ രംഗത്തെത്തി. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ നയമല്ല. അവിടെ പ്രശ്നങ്ങളുണ്ടാവും. അവിടുത്തെ പ്രശ്നങ്ങൾ അവിടുത്തെ PCC പ്രസിഡന്റ് പറയുന്ന അവിടുത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും.
പക്ഷേ അത് അവിടെ തന്നെ ഉള്ള കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ നടക്കാനിരിക്കെയാണ് തൃണമൂലിനെതിരായ നിലപാട് കോൺഗ്രസ് ദേശീയ നേതൃത്വം മയപ്പെടുത്തിയത്. സംസ്ഥാനത്തെ ക്രമസമാധാന നിലയിൽ ആശങ്ക രേഖപ്പെടുത്തിയ BJP കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് രംഗത്തുണ്ട്. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത് കോൺഗ്രസ്. കേരളവും രാജസ്ഥാനും അടക്കം 9 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സമിതി AICC പ്രഖ്യാപിച്ചു. KPCC അധ്യക്ഷൻ K. സുധാകരൻ ചെയർമാനായ സമിതിയാണ് കേരളത്തിൽ പ്രഖ്യാപിച്ചത്. VD സതീശൻ, AK ആന്റണി, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ശശി തരൂർ, VM സുധീരൻ തുടങ്ങിയവരാണ് സമിതി അംഗങ്ങൾ. 10 MP-മാരും സമിതിയിൽ ഉൾപ്പെടുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ്, KSU അധ്യക്ഷന്മാർ അടക്കം 4 എക്സ് ഒഫീഷ്യോ അംഗങ്ങളും ഉൾപ്പെടെ 37 പേരടങ്ങുന്നതാണ് സമിതി. ഒരാഴ്ച മുമ്പാണ് ഏറ്റുമാനൂരിലെ മഹിളാ കോൺഗ്രസ് നേതാവായ ജെസ്സി മാത്യു കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തനിക്കെതിരെ പ്രവർത്തിച്ച നേതാവിനെതിരെ നടപടിയെടുത്തില്ലെന്നായിരുന്നു പരാതി. ഇതിന് പിന്നാലെ വിശദീകരണം തേടി ജെസ്സി മാത്യുവിന് മഹിളാ കോൺഗ്രസ് നോട്ടീസ് നൽകി. ചെറിയ ചില തടസ്സങ്ങൾ നേരിട്ടതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ച റിപ്പോർട്ടിലേക്ക് പിന്നീട് വരാം. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. നേതൃത്വത്തിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി കോട്ടയത്തെ മഹിളാ കോൺഗ്രസ് നേതാവ്. തന്റെ പരാതിയിൽ നടപടിയെടുക്കാതിരുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഇടപെടൽ മൂലമാണെന്ന് ജെസ്സി മാത്യു ആരോപിച്ചു. വിശദീകരണം തേടിയ നേതൃത്വത്തിന്റെ നിലപാട് വിവരക്കേടാണെന്നും ജെസ്സി മാത്യു പറഞ്ഞു. ഒരാഴ്ച മുമ്പാണ് ഏറ്റുമാനൂരിലെ മഹിളാ കോൺഗ്രസ് നേതാവായ ജെസ്സി മാത്യു കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തനിക്കെതിരെ പ്രവർത്തിച്ച നേതാവിനെതിരെ നടപടിയെടുത്തില്ലെന്നായിരുന്നു പരാതി. ഇതിന് പിന്നാലെ വിശദീകരണം തേടി ജെസ്സി മാത്യുവിന് മഹിളാ കോൺഗ്രസ് നോട്ടീസ് നൽകി. ഇതോടെയാണ് ജെസ്സി മാത്യു നിലപാട് കടുപ്പിച്ചത്. പരാതി പറഞ്ഞ തന്നോട് വിശദീകരണം ചോദിച്ച മഹിളാ കോൺഗ്രസ് നേതൃത്വത്തിൻ്റേത് വിവരക്കേടാണ് എന്നാണ് ജെസ്സി പറയുന്നത്. ഇല്ല, അവര് സ്ത്രീകൾക്ക് വേണ്ടി നിലനിൽക്കുന്നതായിരുന്നുവെങ്കിൽ എനിക്ക് നീതി നേടിത്തരികയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. എനിക്കെതിരെ നടപടി എടുത്തത് കൊണ്ട് പൊതുജനത്തിന് മനസ്സിലായില്ല ഇവർക്ക് വേണമെങ്കിൽ നടപടിയെടുക്കാം. ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തവർക്കെതിരെ നടപടി എടുത്തിട്ട് എന്താ കാണിക്കുന്നത്? വിവരക്കേടെന്നല്ലേ പറയുള്ളൂ. നേരത്തെ ജില്ലാ നേതാക്കളാണെന്ന് അടച്ചാക്ഷേപിച്ചിരുന്ന ജെസ്സി മാത്യു ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA-ക്കെതിരെ തന്നെയാണ്. നവംബർ 21 തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ വിളിച്ചതാ. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് നമ്മൾ തമ്മിൽ പ്രായവ്യത്യാസമുണ്ട്, എനിക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസവും വിവരവും അനുഭവജ്ഞാനവും ഒക്കെയുണ്ട്, ഒരു ആരോപണ വിധേയനെ ഒരിക്കലും നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര തന്റേടത്തോടെ പറയുന്നത് വിശ്വാസ്യതയില്ല എന്ന്. പ്രതിഷേധം കോൺഗ്രസിനെതിരല്ലെന്ന് പറഞ്ഞ ജെസ്സി മാത്യു കോൺഗ്രസായി തുടരുമെന്നും നേതാക്കളുടെ സ്ത്രീ വിരുദ്ധതയ്ക്ക് എതിരെയാണ് തന്റെ പോരാട്ടമെന്നും പറഞ്ഞു. 24 കോട്ടയം. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴ കളക്ടറേറ്റിന് സമീപമുള്ള ഹോം സ്റ്റേയിൽ താമസിച്ചിരുന്ന വിദേശ വനിതയോട് ലൈംഗിക അതിക്രമം കാട്ടിയാൾ അറസ്റ്റിൽ. ഹോം സ്റ്റേ ഉടമ ഷിയാസിനെയാണ് സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 4-ാം തീയതി രാത്രിയാണ് സംഭവമുണ്ടായത്. വിദേശ വനിത താമസിച്ചിരുന്ന മുറിയിൽ കയറി മസാജ് ചെയ്തു നൽകാമെന്ന് പറഞ്ഞ് ലൈംഗിക അതിക്രമം കാട്ടുകയായിരുന്നു. വിദേശ വനിതയുടെ പരാതി പ്രകാരമാണ് ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ മന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും ED സമൻസ്. ഈ മാസം 12-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാണ് നിർദ്ദേശം. വ്യക്തിഗത വിവരങ്ങൾ തേടിക്കൊണ്ടുള്ള ആദ്യ സമൻസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പിൻവലിച്ചതിന് പിന്നാലെയാണ് നടപടി. നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടിയെന്നും രാഷ്ട്രീയ നീക്കമെന്നും തോമസ് ഐസക് 24-നോട് പ്രതികരിച്ചു. കിഫ്ബി മസാല ബോണ്ട് കേസിൽ വ്യക്തിഗത വിവരങ്ങൾ തേടിക്കൊണ്ടുള്ള സമൻസ് അയക്കരുതെന്ന് ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെ 1.5 വർഷം മുൻപ് നൽകിയ സമൻസ് ED പിൻവലിച്ചു. ഈ മാസം 12-ന് ചോദ്യം ചെയ്യലിന് കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചാണ് പുതിയ സമൻസ്. കേസിൽ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നുവെങ്കിലും നിയമോപദേശം തേടിയ ശേഷമാണ് അന്വേഷണ സംഘം പുതിയ സമൻസ് നൽകിയത്. ED സമൻസ് ലഭിച്ചുവെന്നും 1.5 വർഷമെടുത്ത് അന്വേഷണ വിഷയം തീരുമാനിച്ചതിൽ സന്തോഷമെന്നും ഡോക്ടർ TM തോമസ് ഐസക് പ്രതികരിച്ചു. ലഭിച്ചു. ഇന്ന് നോക്കുമ്പോ മെയിലി വന്നിട്ടുണ്ട്. അതിന്റെ സൗകര്യം നോക്കിയിട്ട് പങ്കെടുക്കും. നമുക്ക് ഭയങ്കര തിരക്കില്ല. മൈഗ്രേഷൻ കോൺക്ലേവ് 21-ാം തീയതി വരെ അതിന്റെ തിരക്കുകൾ നടക്കുക. പിന്നെ വക്കീലന്മാരുടെ ആലോചിക്കണല്ലോ എന്തായാലും അതൊക്കെ ആലോചിച്ചിട്ട് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കും. കിഫ്ബി CEO KM എബ്രഹാം, ജോയിന്റ് ഫണ്ട് മാനേജർ ആനി തോമസ് എന്നിവർക്ക് പിന്നീട് സമൻസ് അയക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മസാല ബോണ്ട് വഴിയാണ് കിഫ്ബി വിദേശത്ത് നിന്നും 2500 കോടി രൂപ സമാഹരിച്ചത്. ഇതിൽ ഫെമ നിയമലംഘനം നടന്നുവെന്നും അതിന് തെളിവുകളുണ്ടെന്നുമാണ് EDയുടെ ആരോപണം. തോമസ് ഐസക് അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാതെ അന്വേഷണവുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന നിലപാടിലാണ് ED. S. ശ്യാംകുമാർ, 24 കൊച്ചി.
CPIMനെതിരെ വീണ്ടും പരസ്യ വിമർശനവുമായി മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ. കായംകുളത്തെ 2001 താൻ തോറ്റത് പാർട്ടിക്കാർ കാലുവാരിയതുകൊണ്ടാണെന്ന് ജി സുധാകരൻ തുറന്നടിച്ചു. മനസ്സിൽ ഒന്ന് കരുതുകയും ഉടുപ്പിന്റെ അടിയിൽ കഠാര ഒളിപ്പിച്ച് കുത്തുകയും ചെയ്യുന്നതാണ് ചിലരുടെ ശൈലി. ഇടതുപക്ഷമെന്നാൽ മനസ്സ് ശുദ്ധമായിരിക്കണമെന്നും ജി സുധാകരൻ പറഞ്ഞു. സർക്കാരും CPIMും കടുത്ത വിമർശനങ്ങൾ നേരിടുന്നതിനിടെയാണ് വീണ്ടും പരസ്യ പ്രതികരണവുമായി ജി സുധാകരൻ രംഗത്തെത്തുന്നത്. കായംകുളത്ത് 2001 തെരഞ്ഞെടുപ്പിൽ MM ഹസനുമായുള്ള മത്സരം തോറ്റത് പാർട്ടിക്കാർ കാലുവാരിയതുകൊണ്ടാണെന്ന് സുധാകരൻ തുറന്നടിച്ചു. കാലുവാരൽ കലയായി കൊണ്ടു നടക്കുന്നവർ കായംകുളത്തുണ്ടെന്നും ജി സുധാകരന്റെ പരിഹാസം. എല്ലാവരും ആയിരുന്നല്ല, അതൊരു കലയും ശാസ്ത്രവുമായി കൊണ്ടു നടക്കുന്ന കുറച്ചാളിവിടെ ഉണ്ട്. അതിപ്പോഴും ഉണ്ട്, നാളെ ഉണ്ടാവും, ഇന്നലെയുണ്ട്. ഞാനും അനുഭവിച്ചത്. തനിക്ക് വോട്ട് കിട്ടാതിരിക്കാൻ ചിലർ ബോധപൂർവം ശ്രമിച്ചു. ദേവികുളങ്ങരയിൽ പര്യടനത്തിന് പോകാൻ 3 മണിക്കൂറോളം കാത്തുനിന്നിട്ടും വാഹനം കിട്ടിയില്ലെന്നും ജി സുധാകരൻ ആരോപിച്ചു. മനസ്സിലൊന്ന് കരുതുകയും ഉടുപ്പിനിടയിൽ കടാര ഒളിപ്പിച്ചു പിടിച്ച് കുത്തുകയും ചെയ്യുകയാണ് പലരുടെയും ശൈലിയെന്നും ജി സുധാകരൻ. നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം, അതാ ഇടതുപക്ഷം. മനസ്സിലൊന്ന് കരുതുക, പുറകിൽ ഉടുപ്പിൻ്റെ ഇടയിൽ കടാര ഇങ്ങനെ ഒളിച്ചു പിടിക്കുക, കുത്തുക, ഇതൊന്നും ശരിയല്ല. കായംകുളത്ത് സോഷ്യലിസ്റ്റ് നേതാവ് PA ഹാരിസ് അനുസ്മരണ പ്രസംഗത്തിനിടെയാണ് ജി സുധാകരന്റെ വെളിപ്പെടുത്തലും വിമർശനവും. പ്രായപരിധി കടന്നതിനാൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ജി സുധാകരൻ നിലവിൽ ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. 24 ആലപ്പുഴ. പോലീസിനെതിരായ MV MLAയുടെ പരാതിയിൽ കണ്ണൂർ ടൗൺ SIക്ക് വീഴ്ച പറ്റിയെന്ന് അന്വേഷണ റിപ്പോർട്ട്. കണ്ണൂർ ACPയാണ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയത്. SI പ്രകോപനപരമായി ഇടപെട്ടത് അനാവശ്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുൻകൂട്ടി പ്രഖ്യാപിച്ച സമരമായിട്ടും മാർച്ച് എത്തുമ്പോൾ ഗേറ്റിൽ സമരക്കാരെ തടയാൻ പോലീസ് ഉണ്ടായിരുന്നില്ല. KGNA മാർച്ചിൽ സുരക്ഷയൊരുക്കുന്നതിൽ ഗുരുതര വീഴ്ചയെന്നും കണ്ടെത്തൽ. തട്ടം പരാമർശത്തിൽ സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കത്തിനെതിരെ കേസെടുത്തതിന് പിന്നാലെ പരാതിക്കാരി VP സുഹ്റയ്ക്കെതിരെ സമസ്ത. ധാർമ്മിക ബോധത്തോടെ ജീവിക്കുന്ന സ്ത്രീകളെ സുഹ്റ വെല്ലുവിളിക്കുന്നുവെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും സമസ്ത വ്യക്തമാക്കി. ഉമർ ഫൈസിയുടെ പ്രസ്താവനയെ പിന്തുണച്ച സമസ്ത ഒരു പണ്ഡിതന്റെ ധർമ്മം നിർവഹിക്കുകയാണ് അദ്ദേഹം ചെയ്തതെന്ന് വിശദീകരിച്ചു. കേസ് കൊടുത്ത് മാധ്യമ ശ്രദ്ധ നേടാനാണ് VP സുഹ്റ ശ്രമിച്ചതെന്നും സമസ്ത വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ധാർമ്മിക ബോധത്തോടെ ജീവിക്കുന്ന സ്ത്രീകളെ വെല്ലുവിളിക്കുന്ന VP സുഹ്റയുടെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും സമസ്ത കുറ്റപ്പെടുത്തുന്നു. കേസെടുത്ത നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് നാസർ ഫൈസി കൂടത്തായി 24നോട് പറഞ്ഞു. ചില ആളുകൾ ചീപ്പ് പോപ്പുലാരിറ്റി നേടാൻ വേണ്ടി ബഹുമാന്യരായ പണ്ഡിതന്മാർക്കെതിരെ നടത്തുന്ന ഇത്തരം ദുരാരോപണങ്ങൾ അതിന് പോലീസ് പ്രോത്സാഹനം കൊടുക്കുകയും ഗവൺമെന്റ് അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് പ്രതിഷേധാർഹമാണ്. ശക്തമായി ഉമർ ഫൈസിയെ പോലുള്ള പണ്ഡിതന്മാർക്ക് നേരെ നടത്തുന്ന ഇത്തരം നിയമ നടപടികളെ സംഘടന ഒറ്റക്കെട്ടായി ചെറുക്കുക തന്നെ ചെയ്യും. മതസ്പർദ്ധ വളർത്തൽ, മതവികാരം വ്രണപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി നടക്കാവ് പോലീസാണ് ഉമർ ഫൈസിക്കെതിരെ കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന VP സുഹ്റയുടെ പരാതിയിലാണ് പോലീസ് നടപടി. തട്ടമിടാത്തവരൊക്കെ അഴിഞ്ഞാട്ടക്കാരികളാണെന്ന പരാമർശത്തിനെതിരെയാണ് VP സുഹ്റ പരാതി നൽകിയത്. 24 മലപ്പുറം. കാസർഗോഡ് AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി സുധീഷാണ് മരിച്ചത്. സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് അന്വേഷണം തുടങ്ങി. ഏറെക്കാലമായി പൂട്ടിക്കിടക്കുന്ന കറന്തക്കാട്ടെ ആശുപത്രി കെട്ടിടത്തിന് സമീപത്ത് നിന്നാണ് സുധീഷിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മദ്യപിക്കാനായാണ് സുധീഷ് ആളൊഴിഞ്ഞ സ്ഥലത്തെ കെട്ടിടത്തിലെത്തിയതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിന് ശേഷമുള്ള കണ്ടെത്തൽ. തുടർന്ന് എന്തു സംഭവിച്ചുവെന്നതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ വ്യക്തതയുണ്ടാകൂ. മുഖത്തും കാലുകളിലും കാര്യമായ മുറിവുകളുണ്ട്. മദ്യലഹരിയിൽ കെട്ടിടത്തിന്റെ മുകളിലെ നിലയിൽ നിന്ന് താഴേക്ക് വീണതാവാമെന്നാണ് പ്രാഥമിക നിഗമനം. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാസർഗോഡ് AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസറായ സുധീഷ് കഴിഞ്ഞ 20 ദിവസത്തോളമായി അവധിയിലാണ്. അമിത മദ്യപാനത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളിൽ സുധീഷ് നേരത്തെ വകുപ്പുതല നടപടി നേരിട്ടിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 24 കാസർഗോഡ്. ഈ റിപ്പോർട്ടോടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.